നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഹയർ ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നമ്മൾ ആദ്യം പഠിച്ചത് സെക്കൻഡ് ഓർഡർ ODE ആണ്. ഇത് ഹയർ ഓർഡർ തേർഡോ ഫോർത്തോ ഫിഫ്തോ അതിനേക്കാൾ മുകളിലോ എത്രയെങ്കിലും ഉള്ളതാണ് ഹയർ ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഒരു തേർഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ നമ്മൾ റൂട്ട് എടുക്കുമ്പോൾ 3 റൂട്ട് കിട്ടും. ഫോർത്ത് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ റൂട്ട് എടുക്കുമ്പോൾ 4 എണ്ണം കിട്ടും. ഫിഫ്ത് ഓർഡർ ആണെങ്കിലോ റൂട്ട് എടുക്കുമ്പോൾ 5 എണ്ണം കിട്ടും. അപ്പൊ nth ഓർഡർ ആണെങ്കിലോ റൂട്ട്സ് എടുക്കുമ്പോൾ n റൂട്ട്സ് കിട്ടും. അപ്പൊ ഇതിൽ കേസ് 1 പറയുന്നത് നമുക്ക് n റൂട്ട്സ് കിട്ടി. അതെന്തൊക്കെയാണ്? m1 m2 എക്സെട്ര അപ് ടു mn. ഇതെല്ലാം റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? റിയൽ നമ്പേഴ്സ് ആണ്, ഡിസ്റ്റിങ്ക്റ്റ് ആണ്, വ്യത്യസ്തമാണ്, ഓരോന്നും വ്യത്യസ്തമാണ്. അങ്ങനെയാണെങ്കിൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ബൈ എന്ന് പറയുന്നത് c1 e റൈസ് ടു m1x പ്ലസ് c2 e റൈസ് ടു m2x പ്ലസ് c3 e റൈസ് ടു m3x എക്സെട്ര അപ് ടു cn e റൈസ് ടു mnx. ഇവിടെ വരുന്ന c1 c2 c3 എക്സെട്ര അപ് ടു cn എന്ന് പറയുന്നത് കോൺസ്റ്റന്റ്സ് ആണ്. അടുത്ത കേസ് 2 പറയുന്നത് if all roots are real, എല്ലാ റൂട്ട്സും റിയൽ ആണ്, ആൻഡ് സം റൂട്ട്സ് ആർ റിപ്പീറ്റിംഗ്, ചില റൂട്ട്സ് റിപ്പീറ്റ് ചെയ്യാണ്. റിയൽ റൂട്ട്സ് ആണ്, ചിലത് റിപ്പീറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മൾ പറയുന്നത് നമ്മുടെ റൂട്ട് m റിപ്പീറ്റിംഗ് p ടൈംസ് കിട്ടിയ റൂട്ട് m ആണ്, അത് p ടൈംസ് റിപ്പീറ്റ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സൊല്യൂഷൻ y എന്ന് പറയുന്നത് c1 പ്ലസ് c2x e റൈസ് ടു mx പ്ലസ് c3x സ്ക്വയർ e റൈസ് ടു mx പ്ലസ് എക്സെട്ര അപ് ടു cp x റൈസ് ടു p മൈനസ് 1 e റൈസ് ടു mx. നമുക്ക് ആ e റൈസ് ടു mxനെ വെളിയിലാക്കാം. അപ്പൊ എന്ത് വരും? c1 പ്ലസ് c2x പ്ലസ് c3x സ്ക്വയർ പ്ലസ് എക്സെട്ര അപ് ടു cp x റൈസ് ടു p മൈനസ് 1 e റൈസ് ടു mx എന്ന് കിട്ടി. അപ്പൊ ഈ m എന്നുള്ള റൂട്ട് 2 തവണ റിപ്പീറ്റ് ചെയ്യുന്നത് എന്താണ്? c1 പ്ലസ് c2x ഇൻറ്റു e റൈസ് ടു mx ആണ്. 3 തവണ റിപ്പീറ്റ് ചെയ്യണമെങ്കിലോ c1 പ്ലസ് c2x പ്ലസ് c3x സ്ക്വയർ ഇൻറ്റു e റൈസ് ടു mx. 4 തവണയാണെങ്കിലോ c1 പ്ലസ് c2x പ്ലസ് c3x സ്ക്വയർ പ്ലസ് c4x ക്യൂബ് e റൈസ് ടു mx. ഇങ്ങനെ വരും. കേസ് 3 ആയിട്ട് സം റൂട്ട്സ് ആർ കോംപ്ലക്സ് പെയേഴ്സ്. m1 എന്ന് പറയുന്നത് ആൽഫ പ്ലസ് ഐ ബീറ്റ, m2 ആൽഫ മൈനസ് ഐ ബീറ്റ ആണെങ്കിൽ സൊല്യൂഷൻ y എന്ന് പറഞ്ഞാൽ e റൈസ് ടു ആൽഫ എക്സ് ഇൻറ്റു c1 കോസ് ബീറ്റ എക്സ് പ്ലസ് c2 സൈൻ ബീറ്റ എക്സ്. കേസ് 4 പറയുന്നത് ഇപ്പൊ m1 ആൽഫ പ്ലസ് ഐ ബീറ്റ, m2 ആൽഫ മൈനസ് ഐ ബീറ്റ, ഇത് 3 ടൈംസ് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ y എന്ന് പറയുന്നത് e റൈസ് ടു ആൽഫ എക്സ് ഇൻറ്റു 3 ടൈംസ് ആണ്. അപ്പൊ c1 പ്ലസ് c2 പ്ലസ് c3 എക്സ് സ്ക്വയർ ഇൻറ്റു കോസ് ബീറ്റ എക്സ് പ്ലസ് c4 പ്ലസ് c5 എക്സ് പ്ലസ് c6 എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ ബീറ്റ എക്സ്. ഇങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ 4 ടൈംസ് റിപ്പീറ്റിംഗ് ആണെങ്കിലോ e റൈസ് ടു ആൽഫ എക്സ് ഇൻറ്റു c1 പ്ലസ് c2 പ്ലസ് c2 എക്സ് പ്ലസ്, ഇവിടെ ഒരു c2 എക്സ് ഉണ്ട്, c1 പ്ലസ് c2 എക്സ് പ്ലസ് c3 എക്സ് സ്ക്വയർ പ്ലസ് c4 എക്സ് ക്യൂബ് ഇൻറ്റു കോസ് ബീറ്റ എക്സ് പ്ലസ് അടുത്തെന്താണ് c5 പ്ലസ് c6 എക്സ് പ്ലസ് c7 എക്സ് സ്ക്വയർ പ്ലസ് c8 എക്സ് ക്യൂബ് ഇൻറ്റു സൈൻ ബീറ്റ എക്സ്. അങ്ങനെ വരും. ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് സോൾവ് ചെയ്യണം. എന്താണ് ഇതെന്താണ്? ഡി ക്യൂബ് വൈ 2d സ്ക്വയർ വൈ മൈനസ് 5dy പ്ലസ് 6y ഈക്വൽ ടു 0. ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ് എന്ന് പറഞ്ഞാൽ തേർഡ് ഡെറിവേറ്റീവ് ഓഫ് വൈ ആണ് ഡി ക്യൂബ് വൈ. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് വൈ ഡി സ്ക്വയർ വൈ ആണ്. ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് വൈ ഡി വൈ ആണ്. നമുക്ക് ആ വൈ വെളിയിലാക്കാം. അപ്പൊ ഡി ക്യൂബ് മൈനസ് 2d സ്ക്വയർ മൈനസ് 5d പ്ലസ് 6 ഇൻറ്റു വൈ ഈക്വൽ ടു 0. അപ്പൊ എന്താണ് ഓക്സിലറി ഇക്വേഷൻ? ഡിക്ക് വരെ m കൊടുത്താൽ മതി. m ക്യൂബ് മൈനസ് 2m സ്ക്വയർ മൈനസ് 5m പ്ലസ് 6 ഈക്വൽ ടു 0. ഇതൊരു ക്യൂബിക് ഇക്വേഷൻ ആണ്. അപ്പൊ 3 റൂട്ട്സ് കിട്ടും. കാൽക്കുലേറ്റർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 3 റൂട്ട്സും കിട്ടും. എന്താണ് റൂട്ട്സ്? m എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് -2 1 3. ഇതെന്താണ്? 3 റൂട്ട്സും റിയൽ ആണ്, ഡിസ്റ്റിങ്ക്റ്റ് ആണ്. അപ്പൊ കേസ് 1 ആണ്. അപ്പൊ y എന്താണ്? സൊല്യൂഷൻ y എന്ന് പറയുന്നത് c1 e റൈസ് ടു മൈനസ് 2x പ്ലസ് c2 e റൈസ് ടു x പ്ലസ് c3 e റൈസ് ടു 3x. ഇതാണ് സൊല്യൂഷൻ. അങ്ങനെയാണെങ്കിൽ ബേസിസ് എന്താണ്? ബേസിസ് എന്ന് പറയുന്നത് c1 കൂടെ വരുന്ന e റൈസ് ടു മൈനസ് 2x
കോമ C2ന്റെ കൂടെ വരുന്ന e raised to x കോമ C3യുടെ കൂടെ വരുന്ന e raised to 3x ഫോംസ് എ ബേസിസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് സോൾവ് y3 dash minus y dash equal to 0. എന്താണ് y3 dash? d cube y dash dy equal to 0. y വെളിയിലാക്കാം. d cube minus d into y equal to 0. അപ്പൊ എന്താണ് ഓക്സിലറി ഇക്വേഷൻ? d ക്ക് വരെ m കൊടുത്താൽ മതി. m cube minus m equal to 0. ഇനി എന്ത് ചെയ്യണം? ഒരു m വെളിയിലാക്കാം. m into m square minus 1 equal to 0 എന്നല്ലേ? അപ്പൊ m equal to 0 വരും. അതേപോലെ m square minus 1 ഉം 0 വരും. അപ്പൊ m square എന്താണ്? 1 ആണ്. m എന്ന് പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് 1 ആണ്. അപ്പൊ 3 റൂട്ട്സ് കിട്ടി. m എന്തൊക്കെയാണ്? 0, 1, -1. ക്യൂബിക് ഇക്വേഷൻ ആണെങ്കിൽ 3 റൂട്ട്സ് കിട്ടും. ഫോർത്ത് ഓർഡർ ഇക്വേഷൻ ആണെങ്കിൽ 4 റൂട്ട് കിട്ടും. nth ഓർഡർ ഇക്വേഷൻ ആണെങ്കിൽ n റൂട്ട് കിട്ടും. അപ്പൊ ഇവിടെ കിട്ടിയത് 0, 1, -1 ആണ്. അപ്പൊ എന്താണ്? 3 റൂട്ട്സ് കിട്ടി. 3ഉം ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് റിയൽ അല്ലേ? അപ്പൊ നമ്മുടെ സൊല്യൂഷൻ y എന്താണ്? C1 e raised to 0x plus C2 e raised to 1x plus C3 e raised to -1x. ഇതല്ലേ? അതായത് y ഈക്വൽ ടു e raised to 0x 1 ആണ്. അപ്പൊ C1 plus C2x plus C3 e raised to -x C2 e raised to x plus C3 e raised to -x. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. അപ്പം ബേസിസ് വേണമെങ്കിൽ C1ന്റെ കൂടെ വരുന്ന 1, C2ന്റെ കൂടെ വരുന്ന e raised to x, C3യുടെ കൂടെ വരുന്ന e raised to -x ഫോംസ് എ ബേസിസ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ്, ഇതൊരു ഫോർത്ത് ഓർഡർ. എന്താണ് d raised to 4y by dx raised to 4 എന്ന് പറഞ്ഞാൽ? d raised to 4y 5, അടുത്തെന്താണ്? d square y plus 4y equal to 0. y വെളിയിലാക്കാമല്ലോ. അപ്പൊ d raised to 4 minus 5d square plus 4 into y equal to 0. അപ്പൊ എന്താണ് ഓക്സിലറി ഇക്വേഷൻ? m raised to 4 minus 5m square plus 4 equal to 0. അപ്പൊ എന്താണ്? m സ്ക്വയറിന്റെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. m സ്ക്വയറിന്റെ സ്ക്വയർ, അടുത്ത് m സ്ക്വയർ, അടുത്ത് അതില്ല. അപ്പൊ എന്താണ്? ഇവിടെ കിട്ടുന്നത് m സ്ക്വയർ ആണ് കിട്ടുന്നത്. സൊല്യൂഷൻ ആണ് കിട്ടുന്നത്. കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് m സ്ക്വയറിന്റെ വാല്യൂ ആണ് കിട്ടുന്നത് 1ഉം 4ഉം. m സ്ക്വയറിന്റെ വാല്യൂ ആണ് 1ഉം 4ഉം കിട്ടുന്നത്. അപ്പൊ m എന്താണ്? 1 വരുമ്പോ റൂട്ട് പ്ലസ് ഓർ മൈനസ് 1, 4 വരുമ്പോ റൂട്ട് പ്ലസ് ഓർ മൈനസ് 2. അപ്പൊ റൂട്ട്സ് എന്തൊക്കെ കിട്ടി? m എന്ന് പറയുന്നത് +1, -1, 2, -2, 4 റൂട്ട് കിട്ടി. ഇതൊരു ഫോർത്ത് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ചിലപ്പോൾ പറ്റൂല. അപ്പൊ നമ്മൾ ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കി ചെയ്യുക. അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ ഇതിനെ സോൾവ് ചെയ്യുന്നത്? m raised to 4 minus 5m square plus 4 equal to 0. നമുക്ക് ട്രയൽ മെത്തേഡ് വെച്ചിട്ട് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം. പുട്ട് m equal to 1. m equal to 1 കൊടുക്കുമ്പോൾ എന്താണ് ഈ ഇക്വേഷൻ? എന്താവും? 1 minus 5 plus 4 equal to 0. ശരിയാണോ? അതായത് -4 plus 4 0. ശരിയാണല്ലേ? ശരിയാണ്. അതിന്റെ അർത്ഥം എന്താണ്? 1 is a root. m equal to 1 is a root. ഒരു റൂട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇനി എന്താണ്? നമുക്കതിനൊന്ന് ഡിവിഷൻ ചെയ്യാം. m raised to 4ന്റെ കോഎഫിഷ്യന്റ് 1 ആണ്. അടുത്ത് m ക്യൂബിന്റെ കോഎഫിഷ്യന്റ് ഇല്ല, 0. m സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് -5, m ഇല്ല, 0. കോൺസ്റ്റന്റ് ടൈം 4. ഇങ്ങനെ ക്രമത്തിൽ എഴുതണം. ഇല്ലാത്തതിന് 0യും കൊടുക്കണം. അപ്പൊ m raised to 4ന്റെ കോഎഫിഷ്യന്റ് 1, m ക്യൂബ് ഇല്ല, 0, m സ്ക്വയറിന് -5, m ഇല്ല, 0. അടുത്ത് കോൺസ്റ്റന്റ് ടൈം 4. 1 ഒരു റൂട്ടാണ്. 0 കൊടുക്കുമ്പോഴത്തേക്ക് 1 വരും. ആഡ് ചെയ്യുമ്പോൾ 1 into 1 ആഡ് ചെയ്യുമ്പോഴേ -4. 1 into -4 ആണ്. ആഡ് ചെയ്യുമ്പോൾ -4. അടുത്തതാണ് 1 into -4 ആണ്. ആഡ് ചെയ്യുമ്പോൾ 0. അപ്പൊ ശരിയാണെങ്കിൽ ലാസ്റ്റ് 0 കിട്ടും. അപ്പൊ എന്താണ് ചെയ്തത്? ഫോർത്ത് ഓർഡർ ഇക്വേഷൻ റെഡ്യൂസസ് ടു തേർഡ് ഓർഡർ. അപ്പൊ ഇതെന്താണ്? ക്യൂബിൻ്റെതാണ്. ഇത് 1m ക്യൂബ് പ്ലസ് m സ്ക്വയർ -4m -4 equal to 0. അപ്പൊ ഇതൊരു തേർഡ് ഓർഡർ ഇക്വേഷൻ ആയില്ലേ? ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും.
അപ്പൊ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അപ്പൊ 1 ഒരു റൂട്ടാണ്. അപ്പൊ ഇനി ചെയ്യുമ്പോഴത്തേക്ക് എം എന്ന് പറയുന്നത് ബാക്കി റൂട്ട് കിട്ടും -1 -2 +2. അല്ലെങ്കിൽ വീണ്ടും നമുക്ക് ട്രയൽ മെത്തേഡ് വെച്ച് വീണ്ടും ഒരു റൂട്ട് കൂടെ കണ്ടുപിടിക്കാം. അപ്പൊ ഇനി ഇവിടെ ഉള്ളത് 1 അല്ല -1 ആണ്. അപ്പോഴത്തേക്ക് അത് റെഡ്യൂസസ് ടു സെക്കൻഡ് ഓർഡർ ആവും. സെക്കൻഡ് ഓർഡർ ആയി കഴിഞ്ഞാൽ നമുക്ക് -b + or -√b² - 4ac/2a വെച്ച് ചെയ്യാം. അപ്പോഴത്തേക്ക് ഇത് ഫോർത്ത് ഓർഡർ ആയതുകൊണ്ടാണ് ആദ്യം ഒരെണ്ണം ട്രയൽ മെത്തേഡ് വെച്ച് കണ്ടുപിടിച്ചു. അടുത്ത ഡിവിഷൻ മെത്തേഡ് വെച്ചിട്ട് അതിന് തേർഡ് ഓർഡറിലോട്ട് മാറ്റി. ഇനി എന്താണ്? ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ബാക്കി റൂട്ട്സ് കിട്ടി. അപ്പൊ എത്ര റൂട്ടാണ്? 4 റൂട്ട്സ് ആണ് കിട്ടിയത്. എം എന്ന് പറയുന്നത് 1 ഉണ്ട്, -1 ഉണ്ട്, 2 ഉണ്ട്, -2 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ y എന്താണ്? 4 റിയൽ ഡിസ്റ്റിങ്ക്ട് റൂട്ട്സ്. അപ്പൊ y എന്ന് പറയുന്നത് c1e⁻x + c2e⁻x + c3e⁻2x + c3e⁻2x. സൊല്യൂഷൻ കിട്ടി കഴിഞ്ഞു. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് സോൾവ്. എന്താണ് d3y/dx3? d3y ഇതെന്താണ്? d²y -8dy -12y = 0 എന്നാണ്. y വെളിയിലാക്കാം. d³ + d² - 8d - 12 × y = 0. അപ്പൊ എന്താണ് ഓക്സിലറി ഇക്വേഷൻ? m³ + m² -8m - 12 = 0 എന്നാണ്. ക്യൂബിക് ഇക്വേഷൻ ആണ്, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ റൂട്ട് എമ്മിന് റൂട്ട് കിട്ടുന്നത് ആദ്യം 3 എന്ന് കാണിക്കും, അടുത്ത് -2 എന്ന് കാണിക്കും. കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്ന് വെച്ചാൽ 3 ഒരു തവണ, രണ്ടാമത് കാണിക്കുന്ന -2 2 തവണ ഉണ്ടെന്നാണ്. അപ്പോൾ -2 കാൽക്കുലേറ്റ് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് 2 റൂട്ട്സേ കാണാൻ പറ്റുള്ളൂ. 3 എന്നും പിന്നെ അടുത്തൊരു -2 എന്നും കാണിക്കും. എന്ന് പറഞ്ഞാൽ എന്താണ്? 3 റൂട്ട്സ് കിട്ടണം. അപ്പൊ 2 റൂട്ടേ ഉള്ളൂ എന്ന് അതിന്റെ മീനിങ്. ആദ്യം കാണിച്ചത് ഒരു തവണയേ ഉള്ളൂ, രണ്ടാമത് കാണിച്ച -2 2 തവണ ഉണ്ടെന്നാണ്. അപ്പൊ 3 -2 -2 3 റൂട്ട്സ് വേണം. അപ്പൊ ഇനി 4 റൂട്ട്സ് കിട്ടണം. പക്ഷെ 3 -2 കാണിച്ചുള്ളൂ. അങ്ങനെയാണെങ്കിൽ മീനിങ് എന്താണ്? ആദ്യത്തെ 3 ഒരു തവണയേ ഉള്ളൂ, മറ്റേ -2 3 തവണ ഉണ്ടെന്നാണ്. അപ്പൊ നമുക്ക് എമ്മിന്റെ വാല്യൂ കിട്ടി. ഇനി എന്താണ് നമ്മുടെ y എന്ന് പറയുന്നത്? ഇതിപ്പോ റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്ട് അല്ലേ? റിയൽ ആണ് പക്ഷെ രണ്ടെണ്ണം ഈക്വലി. റിയൽ ആണ് പക്ഷെ രണ്ടെണ്ണം ഈക്വലി. അപ്പൊ എന്ത് വരും? വ്യത്യസ്തമായിട്ടുള്ളതിന് c1e⁻3x 3 മാത്രമല്ലേ വ്യത്യസ്തം, അതിനങ്ങനെ എഴുതി. ബാക്കി രണ്ടും കൂടെ ഒരേ ഇതാണ്. അപ്പൊ എന്ത് വരും? c2 + c3x × e⁻2x. ഇതല്ലേ? -2 2 തവണ റിപ്പീറ്റ് ചെയ്യുന്നു, അതുകൊണ്ട് c2 + c1 ഇവിടെ എടുത്തു കഴിഞ്ഞല്ലോ. c2 + c3x × e⁻2x. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫൈൻഡ് എനി 3 ലീനിയർലി ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻസ് ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. സോൾവ് ചെയ്യുക എന്ന് തന്നെയാണ് അർത്ഥം. എന്താണ് ക്വസ്റ്റ്യൻ? y2' -3y' + 2y = 0. സെക്കൻഡ് ഓർഡർ ആണ്. എന്താണ് y2' എന്ന് പറഞ്ഞാൽ? d²y 3y' dy + 2y = 0. y വെളിയിലാക്കാം. d² - 3d + 2 × y = 0. അപ്പൊ എന്താണ് നമ്മുടെ ആക്സിലറി ഇക്വേഷൻ? m² - 3m + 2 = 0. സോറി, ഇതിന്റെ ക്വസ്റ്റ്യൻ y3' ഉണ്ടായിരുന്നു. y3' -3y' + 2y = 0 എന്നാണ്. അപ്പൊ ഇത് y3'. അപ്പൊ d³ അപ്പൊ ഇത് m³. അപ്പൊ ഇവിടെ m³ ക്യൂബിക് ഇക്വേഷൻ ആണ്. കാൽക്കുലേറ്റർ നോക്കുമ്പോഴത്തേക്ക് റൂട്ട്സ് കിട്ടും. m എന്ന് പറയുന്നത് -2 1 1. നമ്മൾ നോക്കുമ്പോഴത്തേക്കും -2 എന്നൊരു റൂട്ട് കാണിക്കും, പിന്നെ 1 എന്നൊരു റൂട്ട് കാണിക്കും. രണ്ടെണ്ണേ കാണിക്കുള്ളൂ. അതിന്റെ അർത്ഥം എന്താണ്? -2 ഒരു തവണ, രണ്ടാമത് കാണിക്കുന്ന 1 2 തവണ ഉണ്ട്. 3 റൂട്ട്സ് കിട്ടണ്ടേ? അപ്പൊ ഇങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പൊ -2 എന്ന് പറയുന്നത് ഒരു തവണ, രണ്ടാമത് കാണിക്കുന്ന 1 2 തവണ ഉണ്ട്. അപ്പൊ -2 1 1 ആണ് നമ്മുടെ റൂട്ട്സ്. അപ്പൊ നമ്മുടെ സൊല്യൂഷൻ എന്താണ്? y എന്ന് പറയുന്നത് -2 വ്യത്യസ്തമാണ്. അപ്പൊ c1e⁻2x + 1 റിപ്പീറ്റ് ചെയ്യുന്നില്ലേ? അപ്പൊ c2 + c3x e⁻x എന്നല്ലേ? സൊല്യൂഷൻ ആയി കഴിഞ്ഞു.
അപ്പൊ നമ്മുടെ ബേസിസ് എന്താണ്? നമുക്ക് പറയുന്നത് ഫൈൻഡ് എനി 3 ലീനിയർലി ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻസ് ആണ്. അപ്പം ബേസിസ് കാണണം. എന്താണ് ബേസിസ് എന്ന് പറയുന്നത്? C1ന്റെ കൂടെ വരുന്ന e−2x, C2ന്റെ കൂടെ വരുന്ന e⁻x, C3യുടെ കൂടെ വരുന്ന xe⁻x. ഇത് മൂന്നുമാണ് നമ്മുടെ ലീനിയർലി ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻസ്. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ലീനിയർലി ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻസ് എന്ന് പറയുന്നത് e−2x, e⁻x, xe⁻x ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് സോൾവ്. എന്താണ് y3' d³ 6 y2' എന്താണ് d² 12 y' dy പ്ലസ് 8y = 0. y വെളിയിലാക്കാം. അപ്പൊ d³ പ്ലസ് 6 d² പ്ലസ് 12d പ്ലസ് 8 × y = 0. ഇനി എന്താണ് ഓക്സിലറി ഇക്വേഷൻ? m³ പ്ലസ് 6m² പ്ലസ് 12m പ്ലസ് 8 = 0. ക്യൂബിക് ഇക്വേഷൻ ആണ്. കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എമ്മിന്റെ റൂട്ട്സ് കിട്ടുന്നത് റിപ്പീറ്റിംഗ് റൂട്ട്സ് ആണ് -2 -2 -2. അപ്പൊ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആകെ ഒരു -2 മാത്രമേ കാണിക്കുള്ളൂ. അതായത് നമുക്ക് 3 റൂട്ട്സ് കിട്ടണം. -2 മാത്രമേ കാണിക്കുന്നുള്ളൂ. അതിന്റെ മീനിങ് എന്താണ്? -2 തന്നെയാണ് 3ഉം. -2 -2 -2. അപ്പൊ നമ്മുടെ സൊല്യൂഷൻ എന്താണ്? y എന്ന് പറയുന്നത് 3 തവണ റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പൊ C1 പ്ലസ് C2x പ്ലസ് C3x² × e⁻²x. ഇതാണ് അല്ലോ. C1 പ്ലസ് C2x പ്ലസ് C3x² × e⁻²x. ഇതാണെങ്കിൽ ഇങ്ങനെ എഴുതാം. C1x² പ്ലസ് C2x പ്ലസ് C3 × e⁻²x എന്ന് എഴുതാം. ഈ C1 C2 C3ക്ക് പകരം A B C എന്ന് കൊടുത്താലും മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് സോൾവ് y⁴ -18/2 പ്ലസ് 81y = 0. ഇതെന്താണ്? d⁴y ആണ്. -18 d² പ്ലസ് 81y = 0 ആണ്. നമുക്ക് y വെളിയിലാക്കാം. d⁴ -18 d² പ്ലസ് 81 × y = 0 എന്നാണ്. അപ്പൊ എന്താണ് ഓക്സിലറി ഇക്വേഷൻ? m⁴ -18m² പ്ലസ് 81 = 0. ഇതെന്താണ്? ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. m²ന്റെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. കാരണം m⁴ റൂട്ട് ആണ് m², 81ന്റെ റൂട്ട് 9 ആണ്. നമുക്കതിനെ m² - 9 the whole square = 0 എന്ന് എഴുതാം. അപ്പൊ m² എന്താണ്? 9 ആണ്. അപ്പൊ m എന്താണ്? m² 9 9 എന്ന് വരും. അപ്പൊ m എന്താണ്? +or -3 +or -3. അപ്പൊ 3 2 തവണ -3 2 തവണ. അപ്പൊ m എന്താണ്? 3 3 -3 -3. അപ്പൊ നമ്മുടെ സൊല്യൂഷൻ y എന്ത് വരും? 3 2 തവണയാണ്. അപ്പൊ C1 പ്ലസ് C2x × e⁻3x പ്ലസ് അടുത്തതോ C4 പ്ലസ് അല്ല C3 പ്ലസ് C4x × e⁻3x. ഇങ്ങനെ എഴുതാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഫൈൻഡ് എനി 4 ലീനിയർലി ഇൻഡിപെൻഡന്റ് സൊല്യൂഷൻസ് ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. സോൾവ് ചെയ്യുന്നതിന് പറയുന്നത് ഇത് d⁴ ആണ്. എന്താണ് d⁴y/dx⁴ എന്ന് പറഞ്ഞാൽ? d⁴y d²y/dx² എന്ന് പറഞ്ഞാലോ d²y = 0 എന്നാണ്. അപ്പൊ y വെളിയിലാക്കുമ്പോൾ d⁴ -d² × y = 0. അപ്പൊ എന്താണ് ഓക്സിലറി ഇക്വേഷൻ? m⁴ -m² = 0 എന്ന് കിട്ടും. നമുക്കൊരു m² വെളിയിലാക്കാം. ബാക്കി എന്ത് വരും? m² -1 = 0. അപ്പൊ റൂട്ട്സ് എന്താണ്? m² 0 ആണ്. അതേപോലെ m² -1 0 ആണ്. അപ്പൊ m എന്ത് വരും? 0 0 2 റൂട്ട് വരും. ഇവിടെ നിന്ന് m² 1 ആണ്. അപ്പൊ m എന്താണ്? +or -1. അപ്പൊ റൂട്ട്സ് ആരൊക്കെയാണ്? m എന്ന് പറയുന്നത് 0 0 1 -1 4 റൂട്ട് കിട്ടിയല്ലോ. അപ്പൊ നമ്മുടെ സൊല്യൂഷൻ y എന്താണ്? 0 0 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ C1 പ്ലസ് C2x e⁻0x പ്ലസ്
1 ആണ്. അപ്പൊ C3 e റൈസ് ടു എക്സ്. അടുത്തത് -1 ആണ്. C4 e റൈസ് ടു -x. e റൈസ് ടു 0x എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ y എന്താണ്? C1 പ്ലസ് C2x പ്ലസ് C3 e റൈസ് ടു x പ്ലസ് C4 e റൈസ് ടു -x. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബേസിസ് എന്താണ്? C1ന്റെ കൂടെ വരുന്ന 1, C2ന്റെ കൂടെ വരുന്നത് x, C3യുടെ കൂടെ വരുന്ന e റൈസ് ടു x, C4ന്റെ കൂടെ വരുന്ന e റൈസ് ടു -x. ഇത്രയും കൂടെ ചേർന്നാണ് നമ്മുടെ ബേസിസ് ഫോം ചെയ്യുന്നത്. അപ്പൊ എന്താണ്? Any 4 linearly independent solutions of the differential equations, 4 linearly independent solutions of the differential equations എന്താണ്? 1 ഉണ്ട്, x ഉണ്ട്, e റൈസ് ടു x ഉണ്ട്, e റൈസ് ടു -x ഉണ്ട്. ഇത്രയാണ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് സോൾവ്. ഇതെന്താണ്? d3y d2y 7dy പ്ലസ് 15y ഈക്വൽ ടു 0. y പുറത്താക്കാം. dq മൈനസ് d2 മൈനസ് 7d പ്ലസ് 15 ഇൻറ്റു y ഈക്വൽ ടു 0 എന്നാണ്. അപ്പൊ നമ്മുടെ ഓക്സിലറി ഇക്വേഷൻ എന്താണ്? m³ മൈനസ് m² 7m പ്ലസ് 15 ഈക്വൽ ടു 0 എന്നാണ്. 3 റൂട്ട്സ് കിട്ടും. നമുക്ക് എമ്മിന് കിട്ടുന്ന വാല്യൂസ് -3, 2 പ്ലസ് ഓർ മൈനസ് i. അപ്പൊ ഒരെണ്ണം ഡിസ്റ്റിങ്ക്റ്റ് ആണ്, മറ്റേത് കോംപ്ലക്സ് പെയർ ആണ്, കോംപ്ലക്സ് കോൺജുഗേറ്റ് പെയർ ആണ്. അപ്പൊ നമ്മുടെ സൊല്യൂഷൻ y എന്താണ്? -3 ഡിസ്റ്റിങ്ക്റ്റ് ആണ്. അപ്പൊ C1 e റൈസ് ടു -3x പ്ലസ് ഇതെന്താണ്? 2 പ്ലസ് ഓർ മൈനസ് i വരുമ്പോഴത്തേക്ക് e റൈസ് ടു 2x 2 വെളിയിലാക്കിയിട്ട് പ്ലസ് ഓർ മൈനസ് iക്ക് എന്താണ്? C2 C1 എടുത്തു കഴിഞ്ഞല്ലോ. അപ്പൊ C2 cos x പ്ലസ് C3 sin x. ആൻസർ ആയി കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സോൾവ്. എന്താണ്? d3y മൈനസ് 8y ഈക്വൽ ടു 0. അതായത് dq മൈനസ് 8 ഇൻറ്റു y ഈക്വൽ ടു 0 എന്നാണ്. അപ്പൊ നമ്മുടെ ഓക്സിലറി ഇക്വേഷൻ എന്താണ്? m³ മൈനസ് 8 ഈക്വൽ ടു 0. അപ്പൊ എമ്മിന് 3 റൂട്ട്സ് കിട്ടും. എമ്മിന്റെ റൂട്ട്സ് എന്തൊക്കെയാണ്? -3യും അല്ലെ 2ഉം -1 പ്ലസ് ഓർ മൈനസ് i √3. കോംപ്ലക്സ് ആയിട്ടാണ് കിട്ടുന്നത്. ഒരെണ്ണം റിയൽ കിട്ടും. 2ഉം -1 പ്ലസ് ഓർ മൈനസ് i √3. അപ്പൊ നമ്മുടെ y എന്താണ്? 2 വ്യത്യസ്തമാണ്. അപ്പൊ C1 e റൈസ് ടു 2x പ്ലസ് ഇത് രണ്ടും നമ്മൾ കോംപ്ലക്സ് പെയേഴ്സ് ആണ്. അപ്പൊ -1 വെളിയിലാക്കി എടുക്കാം. e റൈസ് ടു -x. ബാക്കി എന്താണ്? പ്ലസ് ഓർ മൈനസ് i √3ക്ക് C2 cos √3x പ്ലസ് C3 sin √3x. നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സോൾവ്. d3y ബൈ dx³ പ്ലസ് y ഈക്വൽ ടു 0. എന്താണ് d3y ബൈ dx³ d3y പ്ലസ് y ഈക്വൽ ടു 0 എന്നാണ്. അതായത് d³ പ്ലസ് 1 ഇൻറ്റു y ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പൊ എന്താണ് ഓക്സിലറി ഇക്വേഷൻ? d³ m³ പ്ലസ് 1 ഈക്വൽ ടു 0 എന്നാണ്. അപ്പൊ നമ്മുടെ റൂട്ട് കിട്ടുന്നത് എമ്മിന് -1, പിന്നെ കിട്ടുന്നത് 1 പ്ലസ് ഓർ മൈനസ് i √3 ബൈ 2. ഇതാണ് റൂട്ട്സ്. അപ്പൊ നമ്മുടെ y എന്ന് പറയുന്നത് -1 വ്യത്യസ്തം. C1 e റൈസ് ടു -x പ്ലസ് ഇവിടെ 1/2 റിയൽ ഭാഗമാണ്. അപ്പൊ e റൈസ് ടു ½ x e റൈസ് ടു 1/2x ഇൻറ്റു പ്ലസ് ഓർ മൈനസ് i √3ക്ക് എന്താണ്? C1 എടുത്തു കഴിഞ്ഞു. C2 cos √3x √3 ബൈ 2 ഉണ്ട്. cos √3 ബൈ 2x പ്ലസ് അടുത്ത് C3 sin √3 ബൈ 2x. നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദി ജനറൽ സൊല്യൂഷൻ ഓഫ് d റൈസ് ടു 4y ബൈ dx റൈസ് ടു 4 മൈനസ് y ഈക്വൽ ടു 0. അതായത് d റൈസ് ടു 4y മൈനസ് y ഈക്വൽ ടു 0 ആണ്. അപ്പൊ d റൈസ് ടു 4 മൈനസ് 1 ഇൻറ്റു y ഈക്വൽ ടു 0 എന്നാണ് കിട്ടുന്നത്. അപ്പൊ എന്താണ് നമ്മുടെ ഓക്സിലറി ഇക്വേഷൻ?
m⁴ മൈനസ് 1 ഈക്വൽ ടു 0 എന്നാണ്. അപ്പൊ നമുക്ക് ട്രയൽ സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് എമ്മിന് ഒരു റൂട്ട് കിട്ടും. അത് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ട്രയൽ സൊല്യൂഷൻ വെച്ചിട്ട് എമ്മിന് 1 ആണ് ഒരു റൂട്ട് കിട്ടുന്നത്. ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ക്യൂബിക് ഇക്വേഷൻ കിട്ടും. അതെടുത്ത് കൊടുക്കുമ്പോഴത്തേക്ക് ബാക്കി 3 റൂട്ട്സും കൂടെ കിട്ടും. അപ്പൊ എമ്മിന് കിട്ടുന്നത് വാല്യൂസ് +or-1 +or-i ഇതാണ് കിട്ടുന്നത്. അല്ലെങ്കിലും ഈ m⁴ മൈനസ് 1 ഈക്വൽ ടു 0 എങ്ങനെ എഴുതാം? ഇത് a² മൈനസ് b² പോലെയല്ലേ? അപ്പൊ m² മൈനസ് 1 ഇൻറ്റു m² പ്ലസ് 1 ഈക്വൽ ടു 0 എന്നല്ലേ? അതായത് m² മൈനസ് 1 0 ആണ്. അതേപോലെ m² പ്ലസ് 1 0 ആണ്. അപ്പൊ m² മൈനസ് 1 ആണ്, m² മൈനസ് 1 ആണ്. അപ്പൊ m എന്താണ്? +or-1 ആണ്. ഇവിടെ നിന്ന് m +or-i ആണ്. 4 റൂട്ട്സ് കിട്ടി. അപ്പൊ +1 -1 +i -i. അപ്പൊ നമ്മുടെ സൊല്യൂഷൻ y എന്താണ്? c1e⁻x പ്ലസ് c2e⁻x. അപ്പൊ ആദ്യം c1e⁻x പ്ലസ് c2e⁻x. ഇനി +or-i എങ്ങനെയാണ്? c3 cos x പ്ലസ് c4 sin x എല്ലാം ആയി കഴിഞ്ഞു. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ is solve y⁴ dash plus 2y 2 dash plus y equal to 0. ഇതെന്താണ് y⁴ എന്ന് പറഞ്ഞാൽ d⁴y plus 2d² plus y equal to 0 എന്നാണ്. y വെളിയിലാക്കാം. d⁴ plus 2d² plus 1 into y equal to 0. അപ്പൊ എന്താണ് നമ്മുടെ ഓക്സിലറി ഇക്വേഷൻ? m⁴ plus 2m² plus 1 equal to 0 എന്ന് കിട്ടും. ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. നമുക്ക് ഇതിനെ m² plus 1 the whole square എന്ന് എഴുതാം. m² plus 1 the whole square എന്ന് എഴുതാം. അപ്പൊ എന്ത് വരും? m² plus 1 എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ m² എന്ന് പറയുന്നത് -1 ആണ്. m എന്താണ്? +or-i. പക്ഷെ അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. 4 റൂട്ട് വരണ്ടേ? 4 റൂട്ട് വരണം. അപ്പം +or-i ആണ് കിട്ടുക. അപ്പൊ 2 തവണ +or-i +or-i പ്ലസ് i 2 തവണ -i 2 തവണ. അപ്പൊ m എന്ന് പറയുന്നത് i -i. അപ്പൊ നമ്മുടെ സൊല്യൂഷൻ y എന്താണ്? y വരുന്നത് c1 plus c2x into cos x. അപ്പൊ റിയൽ പാർട്ട് ഉണ്ട്. i റിപ്പീറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അതുപോലെ -i റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ c1 plus c2x into cos x പ്ലസ് അടുത്ത് വരുന്നത് c3 plus c4x into sin x. ഇങ്ങനെ വരും. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സോൾവ്. എന്താണ് y⁴ എന്ന് പറയുമ്പോൾ d⁴y 6d³ പ്ലസ് 9d² ഈക്വൽ ടു 0. y വെളിയിലാക്കാം. അപ്പൊ d⁴ പ്ലസ് 6d³ പ്ലസ് 9d² ഇൻറ്റു y ഈക്വൽ ടു 0 എന്ന് വരും. അപ്പൊ എന്താണ് ഓക്സിലറി ഇക്വേഷൻ? m⁴ പ്ലസ് 6m³ പ്ലസ് 9m² ഈക്വൽ ടു 0 എന്ന് കിട്ടും. m² വെളിയിലാക്കാം. m² ഇൻറ്റു m² പ്ലസ് 6m പ്ലസ് 9 ഈക്വൽ ടു 0 എന്നല്ലേ? അപ്പൊ റൂട്ട്സ് എന്താണ്? m² 0 എന്ന് വരും. അതേപോലെ m² പ്ലസ് 6m പ്ലസ് 9ഉം 0 വരും. m² 0 എന്ന് പറഞ്ഞാൽ m എന്താണ്? 0 0 2 റൂട്ട് അവിടെ ഉണ്ട്. ഇവിടുന്ന് 2 റൂട്ട് കിട്ടും. ഇതെന്താണ്? m പ്ലസ് 3 the whole square ഈക്വൽ ടു 0 എന്നാണ്. അപ്പൊ m എന്താണ്? -3 -3. അപ്പൊ 4 റൂട്ട്സ് കിട്ടിയ എന്താണ്? 0 0യും പിന്നെ -3 -3. അപ്പൊ സൊല്യൂഷൻ y എന്താണ്? 0 2 തവണ റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പൊ c1 പ്ലസ് c2x ഇൻറ്റു e⁻0x പ്ലസ് അടുത്തെന്താണ്? c3 പ്ലസ് c4x ഇൻറ്റു e⁻3x. ഇതാണ് e⁻0x എന്ന 1 ആണ്. അപ്പം y എന്താണ്? c1 പ്ലസ് c2x പ്ലസ് c3 e⁻3x പ്ലസ് x c4 e⁻3x എന്ന് വരും. നമുക്ക് ബേസിസ് വേണമെങ്കിലോ 1 x e⁻3x x e⁻3x അങ്ങനെ വരും. ഓക്കെ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് സോൾവ് എന്നാണ് എന്റെ മീനിങ്. സോൾവ് എന്താണ് y റൈസ് ടു 4 എന്ന് പറഞ്ഞാൽ d റൈസ് ടു 4y, y റൈസ് ടു 3 എന്ന് പറയുമ്പോൾ എന്താണ് d ക്യൂബ് y മൈനസ് 9 d സ്ക്വയർ y മൈനസ് 11 dy മൈനസ് 4y ഈക്വൽ ടു 0 എന്നാണ്. നമുക്ക് ആ y വെളിയിലാക്കാം. അപ്പം d റൈസ് ടു 4 മൈനസ് d ക്യൂബ് മൈനസ് 9 d സ്ക്വയർ മൈനസ് 11d മൈനസ് 4 ഇൻറ്റു y ഈക്വൽ ടു 0. അപ്പൊ എന്താണ് നമ്മുടെ ഓക്സിലറി ഇക്വേഷൻ? m റൈസ് ടു 4 മൈനസ് m ക്യൂബ് മൈനസ് 9m സ്ക്വയർ മൈനസ് 11m മൈനസ് 4 ഈക്വൽ ടു 0 ആണ്. ഒരു ഫോർത്ത് ഡിഗ്രി ഇക്വേഷൻ ആണ്. അപ്പൊ സോൾവ് ചെയ്യുമ്പോൾ 4 റൂട്ട് കിട്ടും. പക്ഷെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റൂലായിരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ട്രയൽ മെത്തേഡ് വെച്ച് ഒരു റൂട്ട് കണ്ടുപിടിക്കണം. എന്താണ്? പുട്ട് m ഈക്വൽ ടു 1. എമ്മിന് 1 കൊടുക്കുമ്പോഴത്തേക്ക് ഫാൾസ് ആണ്. ഇതെന്താവും? 1 മൈനസ് 1 മൈനസ് 9 മൈനസ് 11 മൈനസ് 4 0 എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പം 1 ഒരു റൂട്ട് അല്ല. പുട്ട് m ഈക്വൽ ടു മൈനസ് 1. എമ്മിന് മൈനസ് 1 എന്ന് കൊടുക്കാം. അപ്പൊ ഇത് 1 പ്ലസ് 1 മൈനസ് 9 പ്ലസ് 11 മൈനസ് 4 ഈക്വൽ ടു 0. ശരിയാണോ? 2 മൈനസ് 7 4 മൈനസ് 4 0 ആണ്. അപ്പൊ m ഈക്വൽ ടു മൈനസ് 1 ഒരു റൂട്ടാണ്. m ഈക്വൽ ടു മൈനസ് 1 ഈസ് എ റൂട്ട്. അപ്പൊ ഒരു റൂട്ട് m ഈക്വൽ ടു മൈനസ് 1 ആണ്. അപ്പൊ ഇത് നമുക്ക് ഡിവിഷൻ വെച്ചിട്ട് ചെയ്യുമ്പോഴത്തേക്ക് m റൈസ് ടു 4ന്റെ കോഎഫിഷ്യന്റ് 1, m ക്യൂബിന്റെ കോഎഫിഷ്യന്റ് മൈനസ് 1, m സ്ക്വയറിന് മൈനസ് 9, എമ്മിന് മൈനസ് 11, കോൺസ്റ്റന്റ് മൈനസ് 4. മൈനസ് 1 ആണ് ലോവർ റൂട്ട്. ആദ്യം നമ്മൾ 0 എന്ന് എഴുതും. 1 പ്ലസ് 0 1 ആണ്. മൈനസ് 1 ഇൻറ്റു മൈനസ് 1 മൈനസ് 1 ആഡ് ചെയ്യുമ്പോൾ മൈനസ് 2 ഇൻറ്റു ചെയ്യുമ്പോൾ 2 ആഡ് ചെയ്യുമ്പോൾ മൈനസ് 7 ഇൻറ്റു ചെയ്യുമ്പോൾ 7 ആഡ് ചെയ്യുമ്പോൾ മൈനസ് 4 ഇൻറ്റു ചെയ്യുമ്പോൾ 4 ആഡ് ചെയ്യുമ്പോൾ 0. അപ്പൊ എന്ത് കിട്ടും? ഫോർത്ത് ഡിഗ്രി ഇക്വേഷൻ റെഡ്യൂസസ് ടു തേർഡ് ഡിഗ്രി ഇക്വേഷൻ m ക്യൂബ് മൈനസ് 2m സ്ക്വയർ മൈനസ് 7m മൈനസ് 4 ഈക്വൽ ടു 0. അപ്പൊ തേർഡ് ഡിഗ്രി ഇക്വേഷൻ ആയി. ഇനി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ എമ്മിന്റെ വാല്യൂ എന്താണ്? ബാക്കി വാല്യൂ വരുന്നത് വീണ്ടും ഒരു മൈനസ് 1 വരും. പെർഫെക്റ്റ് ആയിട്ടല്ല വരുന്നത്. നമുക്ക് ഒരിക്കൽ കൂടെ ട്രയൽ നോക്കാം. അപ്പൊ എമ്മിന് 1 കൊടുക്കാം. പുട്ട് m ഈക്വൽ ടു 1. പക്ഷെ 1 ഇല്ല. ആദ്യമേ നമ്മൾ നോക്കിയപ്പോൾ 1 ഇല്ലായിരുന്നു. അപ്പൊ ഇനി എമ്മിന് മൈനസ് 1 തന്നെ കൊടുക്കാം. അപ്പൊ എന്താണ്? മൈനസ് 1 മൈനസ് 2 പ്ലസ് 7 മൈനസ് 4 ഈക്വൽ ടു 0. ശരിയാണോ? മൈനസ് 3 4 മൈനസ് 4 0. ശരിയാണ്. അപ്പൊ m ഈക്വൽ ടു മൈനസ് 1 വീണ്ടും ഒരു റൂട്ടാണ്. എഗൈൻ എ റൂട്ട്. അപ്പൊ മൈനസ് 1 2 തവണയുണ്ട്. ഇനി എന്താണ്? ആ ഇക്വേഷൻ വീണ്ടും നമുക്ക് റെഡ്യൂസ് ചെയ്തെടുക്കാം. ഒരിക്കൽ മൈനസ് 1 കിട്ടി. ഇപ്പൊ വീണ്ടും ഒരു മൈനസ് 1 കിട്ടി. അപ്പൊ മൈനസ് 1 2 തവണയുണ്ട്. പിന്നെ എന്താണ്? ഇപ്പൊ കിട്ടിയത് m ക്യൂബ് എന്നാണ്. കോഎഫിഷ്യന്റ് 1, 2m സ്ക്വയറിന് മൈനസ് 2, 7mല് മൈനസ് 7 മൈനസ് 4 മൈനസ് 1 ഒരു റൂട്ടാണ്. 0 എഴുതും. 1 മൈനസ് 1 ആഡ് ചെയ്യുമ്പോൾ മൈനസ് 3 ഇൻറ്റു ചെയ്യുമ്പോൾ 3 ആഡ് ചെയ്യുമ്പോൾ മൈനസ് 4 ഇൻറ്റു ചെയ്യുമ്പോൾ 4 ആഡ് ചെയ്യുമ്പോൾ 0. കറക്റ്റ് ആണെങ്കിൽ ലാസ്റ്റ് 0 കിട്ടും. എന്താണ്? തേർഡ് ഡിഗ്രി ഇക്വേഷൻ റെഡ്യൂസസ് ടു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ m സ്ക്വയർ മൈനസ് 3m മൈനസ് 4 ഈക്വൽ ടു 0 എന്നാണ്. ഇനി എന്താണ് നമ്മുടെ m എന്ന് പറയുന്നത്? മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. അപ്പൊ എന്ത് വരും? ത്രീ പ്ലസ് ഓർ മൈനസ് 25 5 ആണ് ബൈ 2. അപ്പൊ 4ഉം മൈനസ് 1ഉം വരും. അപ്പൊ ഒരെണ്ണം കണ്ടുപിടിച്ചിട്ട് ബാക്കി നോക്കുമ്പോഴത്തേക്ക് കാൽക്കുലേറ്റർ കിട്ടും. ഒരെണ്ണം കണ്ടുപിടിച്ചിട്ട് പിന്നെ ഈ ഇക്വേഷൻ എടുത്ത് കൊടുക്കുമ്പോഴത്തേക്ക് കാൽക്കുലേറ്റർ ബാക്കി 3 റൂട്ടും കൂടെ കിട്ടും. അപ്പൊ എന്തൊക്കെയാണ് റൂട്ട്സ്? മൈനസ് 1 3 തവണയുണ്ട്. പിന്നെ ഒരു 4ഉം. അപ്പൊ റൂട്ട്സ് എന്ന് പറയുന്നത് m എന്ന് പറയുന്നത് മൈനസ് 1 മൈനസ് 1 മൈനസ് 1 പിന്നെ ഒരു 4ഉം. അപ്പൊ നമ്മുടെ സൊല്യൂഷൻ y എന്താണ്? മൈനസ് 1 3 തവണയുണ്ട്. അപ്പൊ c1 പ്ലസ് c2x പ്ലസ് c3x സ്ക്വയർ ഇൻറ്റു e റൈസ് ടു മൈനസ് x പ്ലസ് 4 വ്യത്യസ്തമല്ലേ?
അപ്പൊ C4 e raised to 4x നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു.